ഇപ്പം നമ്മൾ പല്ലിന് കമ്പിടുന്നതിന് പകരം അധികം അലൈനേഴ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് മെറ്റീരിയലാണ് ആക്ച്വലി ഇതിന് ഉപയോഗിക്കുന്നത്? അലൈനേഴ്സ് എന്ന് പറയുന്ന ഐഡിയലി നമ്മൾ മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ അത് മെഡിക്കൽ ഗ്രേഡ്, ശരീരത്തിന് വേറെ ദോഷമൊന്നും ഉണ്ടാക്കാത്ത മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് പല ടൈപ്സ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. പെറ്റ്ജി, പെറ്റ്സി, പോളിയൂറത്തേൻ, ഇങ്ങനത്തെ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ പേഷ്യൻ്റെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കും. ഇത് എങ്ങനെയാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരെ ഡയഗ്നോസ് ചെയ്ത് അവരെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ അവരെ സ്കാൻ ചെയ്യും. ഇൻട്രാഓറൽ സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റലി നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഈ സ്കാൻ നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ അവരൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ബേസിക്കായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോം ചെയ്യും. ഈ പ്ലാനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും അവരെ പല്ലിൽ എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം, എത്രത്തോളം മൂവ് ചെയ്യണം, എന്തൊക്കെ കറക്ഷൻസ് വരുത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലത്തെ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ്, ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റ്സിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവരെ ഡിജിറ്റലി അവരെ മോഡൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ആ മോഡൽ നമ്മൾ ഇത് മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക് ഷീറ്റ്സ് തെർമോഫോം ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പേഷ്യൻസിന് ഒരു ട്രേ ആയിട്ടല്ല കൊടുക്കുന്നത്, ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും ട്രീറ്റ്മെൻറ്റിൻ്റെ. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 14 ദിവസത്തിന് ഒരു ട്രേ എന്നുള്ള രൂപത്തിൽ ഒരു 6-8 മാസത്തിനുള്ള ട്രേസ് ഒന്നിച്ചാണ് കൊടുക്കുക. സീക്വൻഷ്യലായിട്ട്. അതെ, അവരിങ്ങനെ 14 ദിവസം കഴിയുമ്പോൾ ഓരോ ട്രേ ഇങ്ങനെ മാറിയിട്ട് വെച്ചുകൊണ്ടിരിക്കണം. ആ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഡിസൈഡ് റിസൾട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയമാണല്ലോ, പണ്ട് നമ്മളൊരു മുത്തുകമ്പി ഒട്ടിച്ച് വയറിട്ട് വലിച്ച് അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് ആകുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, എങ്ങനെയാണ് അത് ടൂത്ത് മൂവ്മെൻറ്റിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? ബേസിക്കലി നമ്മൾ പല്ലിലൊരു പുഷിങ് ഫോഴ്സ് ആൻഡ് ഒരു ഇൻട്രൂസീവ് ഫോഴ്സാണ് അലൈനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ട്രേ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഷീറ്റ്സ് കുറച്ച് സെറ്റ്സ് ഓഫ് ട്രേസ് കൊടുക്കും. അപ്പോൾ ഒരു ഷീറ്റ് നമ്മളൊരു 0.2 mm ആണ് ഐഡിയലി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ട്രേ വെക്കുമ്പോൾ അതിൽ പേഷ്യൻറ്റിന് അതിൽ നമ്മൾ കുറച്ചൊരു മൂവ്മെൻറ്റ്സ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു മുറുക്കം ഫീൽ ചെയ്യും. ഗ്രാജ്വലി ഓരോ ഡേയ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ മുറുക്കം ഇങ്ങനെ കുറഞ്ഞ് വരും. അതായത് ഇപ്പോൾ നമ്മൾ കമ്പിടുകയാണെങ്കിൽ അതിൻ്റെ ആക്ഷന് ഇങ്ങനെ പതുക്കെ ടൂത്ത് മൂവ്മെൻറ്റ് കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ പെയിൻ ഇങ്ങനെ കുറഞ്ഞു വരുന്ന അതേപോലെ ഇത് ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് അതിങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിങ്ങനെ സീക്വൻഷ്യലായിട്ട് പോവുക ചെയ്യും. പിന്നെ ഒരു സംശയം എന്താ വെച്ചാൽ അതായത് നമ്മൾ മുത്തുകമ്പി ഒട്ടിച്ചിട്ടുള്ളതാണോ എലൈനറിലാണോ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുക? ഐഡിയലി നമുക്ക് അലൈനറിലാണ് ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തീരുക. സാധാരണ നമ്മൾ ബ്രേസസ് അല്ലെങ്കിൽ മുത്തുകമ്പി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഏകദേശം ഒരു 1.5-2 വർഷത്തിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാൻ പറ്റുക. അലൈനറിൽ നമുക്കത് ഒരു ഏകദേശം ഒരു 6 മാസത്തിൻ്റെ ഒരു 8 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തീരും. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കമ്പി ഇടുന്ന സമയത്ത് നമുക്ക് ഒരു മൂവ്മെൻറ്റ്, അതായത് ടൂത്ത് മൂവ്മെൻറ്റ് പല ടൈപ്പ് ഉണ്ട്, ഇൻട്രൂഷൻ, എക്സ്ട്രൂഷൻ, റൊട്ടേഷൻ, കറക്ഷൻ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് നമുക്ക് അറ്റ് എ ടൈം യൂഷ്വലി ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 2 മൂവ്മെൻറ്റ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യാം. പക്ഷേ അലൈനറിലാകുമ്പോൾ നമുക്കൊരു മൾട്ടിപ്പിൾ മൂവ്മെൻറ്റ്സ് ഒരു സെറ്റ് ഓഫ് അലൈനർ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് ഓരോ മൂവ്മെൻറ്റ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫാസ്റ്ററായിട്ട് റിസൾട്ട് കിട്ടുന്നു. പോരാതിന് അലൈനറിൽ ഫോഴ്സ് അത്യാവശ്യം ഒരു ഐഡിയൽ ഫോഴ്സാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഐഡിയൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണല്ലോ ടൂത്ത് പെട്ടെന്ന് എല്ലിൽ കൂടെ മൂവ് ചെയ്യുക. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു ഫാസ്റ്റർ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ അതായത് ആൾക്കാർക്കൊരു ധാരണ ഉണ്ട്, മുത്തുകമ്പി ഒട്ടിക്കുമ്പോൾ പല്ല് പറിക്കണം, അലൈനർ ആകുമ്പോൾ പല്ല് പറിക്കണ്ടാന്ന്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. അലൈനറിൽ പല്ല് പറിക്കേണ്ടെന്നല്ല, മുന്നേക്ക് അലൈനർ നമ്മൾ മൈൽഡ് കേസിനായിരുന്നു സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് റീസെൻറ്റ് അഡ്വാൻസ്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ്സിൽ മോഡിഫിക്കേഷൻ വന്നു, തെർമോഫോമിംഗ് മെറ്റീരിയൽ മോഡിഫിക്കേഷൻ, പിന്നെ നമുക്ക് ടാഡ്സ്, മിനി സ്ക്രൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മൈൽഡ് ടു സിവിയർ കേസസ് വരെ നമുക്ക് ഇപ്പോൾ അലൈനറിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ഷൻ കേസസ് പല്ല് എടുത്തിട്ടും അലൈനറിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും.